സുഹൃത്തുക്കളെ, ബിയോണ്ട് ടെക്സ്റ്റ് ബുക്കിൻ്റെ അടുത്ത എപ്പിസോഡ് നമ്മളിപ്പോൾ സീഡ് സീരീസാണല്ലോ കണ്ടിന്യൂ ചെയ്തത്. ആദ്യം നമ്മൾ ചെയ്തത് ഞാൻ താഴത്തേക്ക് കാണിച്ചു തരാം. ഇത് ചിയ സീഡ്, ഇത് ഫ്ലാക്സ് സീഡ്, ഇത് സബ്ജ സീഡ്, ഇത് പംകിൻ സീഡ്, ഇത് സൺഫ്ലവർ സീഡ്, ഇത് നമ്മുടെ സെസാം എള്ളിൻ്റെ 2 ടൈപ്പ്. അപ്പോൾ ഏകദേശം 3, 2, 5, 6 ടൈപ്പ് സീഡ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇതിലിപ്പോൾ ഏതാ നല്ലത്, ഏതാ പൊട്ട എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇതിലൊന്നും നമുക്ക് ബാഡെന്നോ പൊട്ടാന്നോ പറയാനില്ല, ഒക്കെ നല്ലതാണ്. ഓരോന്നിനും അതിൻ്റേതായ ഗുണമുണ്ട്. അപ്പോൾ പിന്നെ ഇതെങ്ങനെ കഴിക്കുക? മുമ്പത്തെ ഒരു സജഷൻ, ഇന്നിപ്പോൾ നമ്മൾ ചിയ കഴിച്ചു, ഒരാഴ്ച ചിയ കഴിച്ചു, അത് കഴിഞ്ഞ് ഒരാഴ്ച ഗ്യാപ്പ്, പിന്നെ ഫ്ലാക്സ് കഴിച്ചു. അത് കഴിക്കുന്ന മെത്തേഡുണ്ട്, വെള്ളത്തിൽ കുതിർത്തിട്ടാണോ പൊടിച്ചിട്ടാണോ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. പിന്നെ നമ്മൾ സബ്ജ കഴിച്ചു, അതുപോലെ പംകിൻ കഴിച്ചു, പിന്നെ സൺഫ്ലവർ, പിന്നെ നമ്മുടെ സെസാം എള്ള്. അപ്പോൾ ആകെ ഒരു 6 ആഴ്ചയ്ക്കുള്ള ഇതായി കഴിഞ്ഞു. പക്ഷേ ഇത് കഴിക്കുമ്പോൾ ഒരാഴ്ച കഴിയുമ്പോൾ ഒരാഴ്ച ഗ്യാപ്പ്, അങ്ങനെ നോക്കുകയാണെങ്കിൽ 12 ആഴ്ച. 12 ആഴ്ച എന്ന് പറഞ്ഞാൽ ഏകദേശം 3 മാസമായി. അപ്പോൾ നമ്മൾ ഒരിക്കൽ ഈ ചിയ സീഡ് കഴിച്ച് പിന്നെ നമ്മൾ 3 മാസം കഴിഞ്ഞ് കഴിക്കുമ്പോഴേക്കും അതിന് ചിലപ്പോൾ ഫംഗസൊക്കെ വന്നിട്ടുണ്ടാവും അതിൻ്റെ കവറിൽ. അപ്പോൾ അത് നമ്മൾ പ്രിസർവ് ചെയ്ത് വെക്കണം വെള്ളമില്ലാണ്ടേ. അപ്പോൾ അങ്ങനെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഇപ്പോൾ റീസെൻ്റായിട്ടുള്ളത് നമ്മുടെ ഫ്ലാക്സ് സീഡ് പൊടിച്ചത്, പംകിൻ സീഡ്, സെസാം സീഡ്, അതായത് എള്ള്, ഇത് 3 മിക്സ് ചെയ്ത് കഴിക്കാമെന്നൊരു ഐഡിയ, അത് പൊടിച്ചിട്ട് കഴിക്കാമെന്നൊരു ഐഡിയ ആണ് ഇപ്പോൾ പലരും പറയണത്. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ ചിയ സീഡ് എപ്പോഴും വെള്ളത്തിൽ കുതിർത്ത് കഴിക്കേണ്ടതാണ് നല്ലതെന്നാണ് പറയണത്. അപ്പോൾ ഇതിൽ ജനറലായിട്ട് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഒമേഗ 3 ഉണ്ട്, ഫൈബേഴ്സ് ഉണ്ട്, മിനറൽസ് ഉണ്ട്, ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്, വിറ്റാമിൻസ് ഉണ്ട്. അപ്പോൾ എല്ലാത്തിലും നല്ല കണ്ടൻ്റ് ഉണ്ട്. എല്ലാം കൂടെ നമുക്ക് ഒരുമിച്ച് കഴിക്കാൻ പറ്റില്ല. 2, 3, 4 ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ഫ്ലാക്സ് സീഡ് പൊടിച്ചത്, പംകിൻ സീഡ്, സെസാം സീഡ് അതൊക്കെ ഒന്ന് പൊടിച്ച് വളരെ കുറവെന്ന് പറഞ്ഞാലും ഒരു 1, 2 ടീസ്പൂണ് കഴിക്കണ്ടോ. അതൊരു 10 ദിവസം 15 ദിവസം കഴിച്ചാൽ ഒരു ഗ്യാപ്പ് കൊടുക്കുക. അപ്പോൾ എല്ലാ കയ്യിലുണ്ട്. പിന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്നത്, നിങ്ങളിപ്പോൾ സ്ഥിരമായിട്ട് ഗുളിക കഴിക്കണവരാണെങ്കിലേ നിങ്ങളുടെ ഫിസിഷ്യൻ്റെ അടുത്ത് ചോദിക്കുക എങ്ങനെ കഴിക്കേണ്ട, വല്ല കുഴപ്പമുണ്ടോ എന്നൊക്കെ ഒന്ന് ചോദിക്കണം, നല്ലതാണ്. അതുപോലെ തന്നെ ഇത് കഴിച്ചു കഴിഞ്ഞാൽ പൊടിയായിട്ട് കഴിക്കുമ്പോൾ നിറച്ച് വെള്ളം കുടിക്കണം. ചില സീരിയലുകൾ വെള്ളം വലിച്ചെടുക്കും, അപ്പോൾ അത് പോണ വഴിയിൽ ഇങ്ങനെ ബ്ലോക്കാക്കിയിട്ട് പോകും. അപ്പോൾ നിറച്ച് വെള്ളം കുടിച്ചാൽ നല്ലതാണ്. പക്ഷെ എപ്പോഴും നിങ്ങൾ ഡോക്ടറായിട്ടൊന്ന് കൺസൾട്ട് ചെയ്ത് ഇത് പ്രൊസീഡ് ചെയ്യാം. നിങ്ങൾക്ക് എന്തായാലും ഈ സീഡിൻ്റെ സീരീസ് ഇഷ്ടമായാൽ ബിയോണ്ട് ടെക്സ്റ്റ് ബുക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. സോ ടേക്ക് കെയർ ബൈ വിത്ത് എ ന്യൂ ഐറ്റം. താങ്ക് യു.